അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 5/6/2026 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള ഒരു യാത്രയിലാണ്. അവർ മനസ്സിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ നബി തങ്ങൾ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അലാ അദുല്ലുക അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട നിധി ഏതാണ് എന്ന് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഖുൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, നീ പറഞ്ഞോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അത് സ്വർഗത്തിലെ നിധിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി. എന്നിട്ട് അവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു, അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആഖിറത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു സമ്പാദ്യമാണത്. നബിതങ്ങൾ ആ ദിക്ർ ചൊല്ലാൻ എപ്പോഴും സഹാബത്തിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടുന്ന് മറ്റൊരു സഹാബിയോട് പറഞ്ഞു, അക്സിർ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, നീ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ വർദ്ധിപ്പിച്ചോ. ഇതിൽ അത്ഭുതമില്ല, ഏറ്റവും ശ്രേഷ്ഠമേറിയ വചനമാണത്. എല്ലാ കഴിവും പ്രാപ്തിയും സൃഷ്ടികളിൽ നിന്ന് മാറ്റി അത് മുഴുവനും സൃഷ്ടാവിലേക്ക് സ്ഥാപിക്കുകയാണ്. നമുക്ക് എന്ത് അപകടങ്ങളെ പ്രതിരോധിക്കുന്നതും അല്ലാഹുവാണ്. നമുക്ക് എന്ത് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതും അല്ലാഹുവിൽ നിന്നതാണ്. ആ ദിക്ർ നാം ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിനെ അത് നിർമ്മലമാക്കും, റബ്ബിനോടുള്ള നമ്മുടെ ബന്ധത്തെ സുദൃഢമാക്കും. നാം വിനയവും താഴ്മയും ഉള്ളവരാകും. നമുക്കൊരു കഴിവും ഇല്ല, എല്ലാ കഴിവും ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് എന്ന് നാം സ്ഥാപിക്കുകയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നബി അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട വചനം അഹബ്ബുൽ കലാമി ഇലല്ലാഹി സുബ്ഹാനല്ലാഹ് ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എപ്പോഴാണ് നാം ഈ ദിക്ർ ചൊല്ലേണ്ടത്? നമുക്ക് ഒരു അനുഗ്രഹം ലഭിക്കുമ്പോൾ അതിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നാം ഈ ദിക്ർ ചൊല്ലണം. വലൗലാ ഇദ്ദഖൽത ജന്നതക ഖുൽത മാ ഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ. ഖുർആൻ ചോദിച്ചില്ലേ, നീ എന്തുകൊണ്ട് നിന്റെ ആ തോട്ടത്തിൽ പ്രവേശിച്ച സന്ദർഭത്തിൽ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞില്ല? അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നാം ദിക്ർ ചൊല്ലണം. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ആ കഴിവും പ്രാപ്തിയും നാം അംഗീകരിച്ചു കൊടുക്കുകയാണ് ഈ ദിക്റിലൂടെ. അള്ളാഹു നമുക്ക് ഭക്ഷണം നൽകി. ആ സന്ദർഭത്തിലും മൻ അക്കല ത്വആമൻ സുമ്മ ഖാല അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ ത്വആം വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. നബി തങ്ങളുടെ ഹദീസാണ്. ആരെങ്കിലും ഭക്ഷണം കഴിച്ചു ശേഷം അൽഹംദുലില്ലാഹ്, എനിക്ക് ഈ ഭക്ഷണം നൽകിയത് അള്ളാഹുവാണ്, എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ പ്രാപ്തി കൊണ്ടുമല്ല എനിക്കിത് ലഭിച്ചത് എന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ ഈ ദിക്ർ കാരണമായി പൊറുക്കപ്പെട്ടു എന്ന് ഹദീസിലൂടെ അവിടെ നിന്ന് നമ്മളോട് പറയുകയാണ്. മുഅദ്ദിൻ മസ്ജിദിൻ്റെ മിനാരങ്ങളിൽ നിന്ന് ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് വിളിച്ചു പറയുമ്പോഴും നാം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം. നമുക്ക് നിസ്കരിക്കാൻ അള്ളാഹുവിൻ്റെ സഹായം വേണം. നമുക്ക് വിജയങ്ങൾ ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് വേണം. ഈ ദിക്ർ നമുക്ക് എല്ലാ നന്മയുടെയും കവാടങ്ങൾ തുറന്നു തരും. തിരുദൂതരുടെ അടുക്കലേക്ക് ഒരു സഹാബി കടന്നു വരികയാണ്.
ആ സഹാബി പറഞ്ഞു, അല്ലിംനി ദുആഅൻ അഖൂലുഹു, തിരുദൂതരെ എനിക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു ദുആ അവിടുന്ന് പഠിപ്പിച്ചു തരണം. നബിതങ്ങൾ ആ സഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തു, കലിമാത്തിൽ ഹംദി വസ്സനാ അലല്ലാഹ്, അള്ളാഹുവിന് സനാഉകളും ഹംദുകളും അർപ്പിക്കാനുള്ള വചനങ്ങളെ. അതിൽപ്പെട്ടതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് കേട്ട ആ സഹാബി പറഞ്ഞു, ഫഹഉലാഇ ലിറബ്ബി, ഈ വചനങ്ങൾ എൻ്റെ റബ്ബിനെ ഞാൻ സ്തുതിക്കലാണ്. ഫമാലി, ഇനി എനിക്കുള്ളതെന്താണ് അത് അവിടുന്ന് പറഞ്ഞാലും. തിരുദൂതർ പറഞ്ഞു, ഖുലില്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഹ്ദിനി വർസുഖ്നി, നീ പറഞ്ഞോ, അല്ലാഹുവേ എനിക്ക് നീ പൊറുത്തു തരണമേ, എനിക്ക് നീ കരുണ ചൊരിയണമേ, എന്നെ നീ നേർമാർഗത്തിലാക്കണമേ, എനിക്ക് നീ റിസ്ഖ് നൽകണമേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നതുകൊണ്ട് നമുക്ക് എല്ലാ നന്മയുടെയും വാതിലുകൾ തുറക്കപ്പെടുകയാണ്. മുഅ്മിനീങ്ങൾ ഈ ദിക്ർ വർദ്ധിപ്പിക്കണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നത് നാം എപ്പോഴും പതിവാക്കണം. നമ്മുടെ നാവിൻ തുമ്പിൽ എപ്പോഴും അതുണ്ടാവണം. നമുക്ക് വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുമ്പോൾ നന്ദി സൂചകമായി പറയണം. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സഹായം തേടിക്കൊണ്ട് നാം അത് പറയണം. സന്തോഷവേളകളിൽ നാം അത് പറയുമ്പോൾ അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. വിഷമഘട്ടങ്ങളിൽ പറയുമ്പോഴോ അള്ളാഹു ആ വിഷമങ്ങൾ നീക്കിത്തരും. നമ്മുടെ വീടുകളിൽ നിന്ന് നാം പുറത്തിറങ്ങുമ്പോൾ നാം ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ചൊല്ലുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ഖാല ഇദാ ഖറജ മിൻ ബൈതിഹി ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആരൊരാൾ അവന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ദിക്ർ ചൊല്ലി എങ്കിൽ യുഖാലു ലഹു, അവനോട് പറയപ്പെടും, കുഫീത, നിനക്ക് മതിയായതെല്ലാം ലഭിച്ചു, വബുഖീത, നിനക്ക് ആവശ്യമായ സംരക്ഷണം നൽകപ്പെട്ടു, വതനഹ അൻഹു ശൈത്താൻ, പിശാച് നിന്നിൽ നിന്നും അകന്നുപോയി എന്ന്. എത്ര മഹത്വമേറിയതാണ് ഈ ദിക്ർ. നമ്മുടെ വീടുകളിൽ നിന്ന് നാം പുറത്തിറങ്ങുമ്പോൾ ഈ ദിക്ർ ചൊല്ലാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. എപ്പോഴും അള്ളാഹുവിൻ്റെ ദിക്റുകൾ, പ്രത്യേകിച്ച് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന വചനങ്ങൾ പതിവാക്കാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അള്ളാഹു ഈ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും സമാധാനവും സുരക്ഷിതത്വവും നൽകട്ടെ. ഭരണകർത്താക്കൾക്ക് ആയുസ്സും ആരോഗ്യവും തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.